ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ പള്ളിയിലുള്ള എല്ലാവരും കൂടെ ആ കോമ്പറ്റീഷന് പോവുകയാണ്. സംഭവം നടക്കുന്നത് ഇവിടെയൊന്നുമല്ല, അങ്ങ് പൊന്മുടിയിൽ വെച്ചിട്ടാണ്. ഈ പൊന്മുടി എന്ന് പറയുമ്പോൾ എക്സാക്ട് പൊന്മുടിയിലല്ല, പൊന്മുടിയിൽ പോണ വഴിക്ക് ഉള്ള ചർച്ചിൽ വെച്ചിട്ടാണ്. വലിയ ആഡംബരമൊന്നും കാണിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടെമ്പോയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ പൊന്മുടിയിൽ പോണ വഴിക്ക് നിറയെ ചായക്കടയുണ്ട്. സോ ഞങ്ങൾ ഒരിടത്ത് നിർത്തി ചായയും കുടിച്ചു. ഫൈനലി വി റീച്ച് ദ പള്ളി. സ്വല്പം ലേറ്റ് ആയെങ്കിലും പരിപാടി തീർന്നിട്ടില്ല. ഞങ്ങൾ പോയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വലിയ തേയില ഫാക്ടറിയാണ് ഗൈസ് ഇത്. ഈ ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടെ വന്ന അച്ഛന്മാരുടെ ഗാനമേളയും പ്രസംഗവും അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അത് കേട്ട് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ ക്വിസ് കോമ്പറ്റീഷനും കഴിഞ്ഞു. പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ലെങ്കിലും അർഹതപ്പെട്ടത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവിടെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പൊന്മുടിയിലോട്ട്. ഇവിടം വരെ വന്നിട്ട് പൊന്മുടിയിൽ കയറാണ്ട് പോണത് വളരെ മോശം. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പൊന്മുടിയിലോട്ട്. ഇതിനു മുന്നേ ഒരുപാട് തവണ പൊന്മുടിയിൽ പോയിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഇവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം. ഫസ്റ്റ് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ റെസ്റ്റോറന്റിലാണ്. അവിടെ ചെന്ന് ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് നേരെ പാർക്കിലോട്ട് പോയി. അവിടുത്തെ പാർക്ക് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആവേശം വേണ്ട, ജാഗ്രത മതി എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേരം റെസ്റ്റ് എടുത്തതല്ലേ, ഇനി അല്പം നടന്ന് പൊന്മുടി കാണാന്ന് കരുതി. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അവിടെ നല്ലൊരു ചൂട് അന്തരീക്ഷമായിരുന്നു. പിന്നെ കാറ്റും തണുപ്പും ഒക്കെ വന്നിറങ്ങാൻ തുടങ്ങി. ആൻഡ് ദിസ് ഈസ് അവർ ചർച്ച് ഗ്യാങ്. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിലാണ് അവിടെ കോട വരാൻ തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നില്ല, കാരണം നമ്മളെ കൂടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട്. സംഘം പോലുള്ള ഒരു ബോണ്ട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു ബോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി ചിരികളായി. പത്തിമുപ്പോടി ദേവകൾക്കെന്നും തൊപ്പനെന്നും ഒരീശ്വരനല്ലേ, ഇതരിൽ തോടനായി വന്നുദിക്കില്ലേ അലാരിനാഥന്റെ ശമന്നല്ലേ, പാർവതിക്ക് പ്രാണരായുള്ള മുത്തേ എന്നെ കൈവേണിയല്ലേ, കടങ്ങൾ കൊള്ളിടാം തമ്പുരാരേ ഓ